ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആയി. കല്യാണം കഴിച്ച ആളൊരു NPD മീൻസ് നഴ്സ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്. പുള്ളിക്കാരൻ നാഷണലൈസ്ഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, മാനേജറായിട്ട്. കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എന്താ പറയുക, പുള്ളിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആലോചിച്ചത്, കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ഡൗറീൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ ഉണ്ടായിരുന്നു, കുറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു 6 months അവധി പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നേ പിന്നെ എന്താ പറയുക, പുള്ളി ആദ്യമൊക്കെ ഇത്തിരി എന്താ പറയുക സ്നേഹം കാണിച്ചെങ്കിലും പിന്നെ അതൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലാണ്ടായി. പിന്നെ എന്താ പറയുക, ഇൻറ്റിമസി ഇല്ല, സംസാരമില്ല. പിന്നെ എന്താ പറയുക, പ്രഗ്നൻ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യും. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിനുശേഷം പിന്നെ ടോർച്ചർ ഒരുപാട് കൂടി. ഡൗറീൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു 4 months കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഡൗറീൻ്റെ കാര്യം പറഞ്ഞ് ടോർച്ചറായിരുന്നു. പിന്നെ ഫൈനലി അത് ആയ ശേഷം ഞങ്ങൾ എന്താ പറയുക, വീട് അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് അത് വിൽക്കണമെന്ന് തോന്നി. പിന്നെ അവരത് വിൽക്കുകയും ചെയ്തു. പിന്നെ ഈ ഡിസോർഡർ ഉണ്ടെന്ന് ഞാൻ അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, അധികം സംസാരിക്കത്തൊന്നുമില്ല എൻ്റെ അടുത്ത് കുറേ നാളുകൾ. അപ്പോൾ ഇപ്പോഴും നമ്മളവർക്കും ബാങ്കിൽ ടെൻഷൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓർത്തത്. പക്ഷെ പിന്നെ ഭയങ്കരമായിട്ട് 1-2 ആഴ്ച അങ്ങനെയൊക്കെ മിണ്ടാണ്ടിരിക്കുമ്പോൾ ചോദിക്കും. അപ്പോൾ പുള്ളി എന്തെങ്കിലും ടെൻഷനാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ പക്ഷേ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും എന്താ പറയുക, നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉള്ളതാണ്. കാരണം പുള്ളിക്കാരൻ്റെ ബാക്കിയുള്ളവർ എന്താ പറയുക ടോർച്ചർ അനുഭവിക്കുന്ന കാണുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. സന്തോഷം എന്ന് വെച്ചാൽ അതിൽ നിന്ന് അവർക്ക് എനർജി, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എനർജി കിട്ടുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും. പിന്നെ ഇത് ആക്ച്വലി പുള്ളിക്ക് കിട്ടിയത് പുള്ളിയുടെ അമ്മയുടെ നിന്നാണ്. അമ്മ ഇതുപോലെ തന്നെ അമ്മ ഇതുപോലെ പുള്ളീനെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോർച്ചർ ചെയ്യുമ്പോൾ പുള്ളി എന്താ പറയുക, അമ്മേനോട് ദേഷ്യം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ അബ്യൂസിൻ്റെ ഫുൾ ദേഷ്യം കാണിക്കുക. പിന്നെ ആ ലൈഫിൽ ആരാ വരുന്നത് അവരുടെ അടുത്തായിരിക്കും. അപ്പോൾ അത് ഞാനായിരുന്നു. എന്നെ അങ്ങനെ അത്രയും ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു അഫയറിൻ്റെ കാര്യമൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അത് ചോദിക്കുമ്പോഴൊക്കെ ഷൗട്ട് ചെയ്യുകയും ഫിസിക്കലി ടോർച്ചറൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കുഞ്ഞിനോട് തന്നെ അറ്റാച്ച്മെൻറ്റും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മളോടും അറ്റാച്ച്മെൻ്റ് ഇല്ല. പിന്നെ ഒരു രീതിയിലും എന്താ പറയുക ഇൻറ്റിമസി ഇല്ല. അത് തീരെ കുറഞ്ഞു വന്നായിരുന്നു. പിന്നെ വർത്തമാനമില്ല. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ കുറേ മടുത്തായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ ഇതാണ് ആ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഒഴിഞ്ഞു പറയായിരുന്നു. പക്ഷേ പിന്നെ എനിക്കും തോന്നിയതൊരു സ്ഥിരമായപ്പോൾ പുള്ളിയുടെ രീതി എങ്ങനെയായിരിക്കും. അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എൻ്റെ മെൻ്റൽ സ്ട്രെസ്, പിന്നെ എന്താ പറയുക ഈ ടോർച്ചർ കാരണം നമ്മൾ തന്നെ പിന്നെ മിണ്ടാണ്ടാവും. കാരണം എന്ത് ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ ദേഷ്യമാണ്. അതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടാവുക. പിന്നെ കൊച്ചിൻ്റെ മുന്നേ വെച്ച് ചീത്ത പറയുക.
അതിൻ്റെ മുന്നേ വെച്ച് നമ്മൾ ചെറുതാക്കുക, കളിയാക്കുക, ഇതൊക്കെ തന്നെ സ്ഥിരമായപ്പോഴത്തേക്കും പിന്നെ കുറേ കള്ളങ്ങൾ പറയാം. പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്നെ മതിയായി. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ പിന്നെ ഞാൻ പിന്നെ അധികം സംസാരിക്കാണ്ടായി. പിന്നെ ഞാൻ കുഞ്ഞും പുള്ളിയുമാണ് അത് ഞാൻ സെപ്പറേറ്റായിട്ട് കിടക്കാൻ തുടങ്ങി. അപ്പം ഞാൻ താഴെ കിടന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്ക് ഫിസിക്കലി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സെക്ഷൽ ഡിഫക്റ്റ് എന്നല്ല, ഒരുപാട് അങ്ങനത്തെ സ്വഭാവ വൈകല്യങ്ങളുണ്ട്. കാരണം കൊച്ചിനിപ്പം 9 വയസ്സായിട്ട് പെൺകൊച്ചാണ്. അപ്പോൾ അവളുടെ മുന്നേ കൂടി തുണിയില്ലാണ്ട് കംപ്ലീറ്റ്ലി നേക്കഡായിട്ട് നടക്കുക, അതൊന്നും ഒരു തെറ്റാണെന്ന് പുള്ളിക്ക് മനസ്സിലാവും. കാരണം അറിയാൻ പാടില്ല അത് എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പിന്നെന്താ, പിന്നെ അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും. കാരണം എന്തുണ്ടെങ്കിലും അമ്മേനോടെ പറയത്തുള്ളൂ, അമ്മേനോട് ഷെയർ ചെയ്യുക, അമ്മേനോട് എല്ലാ കാര്യങ്ങളും അമ്മേനോടെ പറയത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് ആ ഭാഗം എന്തെങ്കിലും എന്താ പറയുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ. കാരണം നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അമ്മേനെ വിളിച്ച് ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്കൊന്നും അത് വിചാരിക്കാനും പോലും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പുള്ളി മാസ്റ്റർബേറ്റ് ചെയ്യുന്നതാണ്. അത് കൊച്ചിൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ കൊച്ച് അടുത്ത് കിടക്കുന്നതെന്ന് പോലും ചിന്തയില്ലാണ്ട് എന്താ പറയുക അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ പട്ടുതൊട്ടേ ഉണ്ട്. ബട്ട് അത് ഞാൻ കുറേ എന്താ പറയുക കുറയ്ക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ കുറഞ്ഞിട്ടൊന്നുമില്ല. അതിങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ച് അടുത്ത് കിടക്കുമ്പോൾ ഒരേ ബെഡിൽ കിടന്നിട്ട് ആ സമയത്ത് അത് ചെയ്യാന്ന് പറയുമ്പോൾ അതും എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. അത് കാരണം പിന്നെ ഫൈനാൻഷ്യൽ ഇതും പറഞ്ഞിട്ട് കുറേ ടോർച്ചർ ചെയ്യും. ഞാൻ ഒന്നും സമ്പാദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 1 ലക്ഷം 2 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ മാത്രമേ ഭാര്യയായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ അവരുടെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടു. അപ്പോൾ ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവരെന്നോട് പറയുന്നത് ഇയാൾക്ക് പേഴ്സണാലിറ്റി, അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നുള്ളത്. കാരണം അതേ പാറ്റേണാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതിലെല്ലാ ഫീച്ചേഴ്സും പുള്ളിക്കൊണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനിയൊരു കല്യാണത്തിന് മുന്നേ നമുക്കിതൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്താ പറയുക, നല്ലൊരു ഇൻ്ററാക്ഷൻ വരുമ്പോഴും അറിയാൻ പറ്റില്ല. കാരണം അവരൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊന്നും ഇവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പുറമെ ഇവർ ഭയങ്കര നല്ല ആൾക്കാരാണ്. കാരണം റൂമിൽ കയറുമ്പോൾ മാത്രമേ ഉള്ളൂ അവരുടെ സ്വഭാവം ചേഞ്ച് ആവുന്നത്. ബെഡ്റൂമിൻ്റെ പുറത്ത് ഇവർ ഭയങ്കര എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. വീട്ടുകാരോട് സ്നേഹം, നാട്ടുകാരോട് സ്നേഹം, ആൻറ്റിമാരോടൊക്കെ ഭയങ്കര സ്നേഹം. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ വേറെ ആൾക്കാരാണ്. പിന്നെ ഈ 10 വർഷം ഞാൻ അനുഭവിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് ശേഷം കേസ് കൊടുക്കും എന്നുള്ളതായപ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്തു എന്ന് കേട്ടപ്പോഴത്തേക്കും എന്താ പറയുക മാറി, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് മോനും അപ്പനും എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ഒരുപാട് ചേഞ്ചായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതറിയാൻ പാടില്ല. അത് ഇവരാരും ചേഞ്ച് ആവത്തില്ല എന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ കേട്ട വീഡിയോസൊക്കെ പറയുന്നത് ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ബന്ധത്തിൽ തുടരേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക, ഇതുപോലൊരു പ്രശ്നം, ഇതുപോലുള്ള കാര്യങ്ങൾ ആർക്കും വരാനും പാടില്ല. കാരണം ഇവർക്ക്
അവർക്ക് നന്നാവാൻ പറ്റത്തില്ല. അവർക്ക് നന്നാവാനില്ല. അവർക്ക് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാനോ എന്താ പറയുക അറ്റാച്ച്മെൻറ്റോ ഇൻറ്റിമസിയോ ഒരു ഇമോഷണൽ കണക്റ്റോ ഒന്നും ഉണ്ടാവത്തില്ല പാർട്ട്ണറിനോട്. ഇങ്ങനെയുള്ളവരുടെ കൂടെ നമുക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് എന്താ പറയുക സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാവരും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഡിവോഴ്സ് പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. ഡിമാൻഡ്സുകളാണ്, കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം പറയുമ്പോഴെല്ലാം പുള്ളി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പുള്ളിയുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ വീട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടും ബാക്കിയുള്ളവരോടും സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങനെയല്ല, ഞാനിങ്ങനെയല്ല, ഞാനിനി അങ്ങനെ ചെയ്യില്ല, ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങനെ ഭയങ്കര സൂപ്പിട്ട് സംസാരിക്കും. അപ്പോൾ ഇതിലിപ്പം നമുക്കറിയുന്ന ആള് എന്താ പറയുക സ്വഭാവത്തിൽ ചേഞ്ച് ഒന്നും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.